ഇതൊക്കെയല്ല ഈ ഇടകൃഷി, ഇടവേള കൃഷികളായിരിക്കുക. മിക്കവാറും നെല്ലും ഗോതമ്പൊക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു ഇന്റർമീഡിയറ്റ് കാലാവസ്ഥയുടെ അനുസരിച്ച് കൃഷി രീതികൾ ഇങ്ങനെ ഓരോ വർഷം പലതും മാറി മാറി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും. ഇവിടുന്ന് അവിടെ ലെവലിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണേ. ഇതുണ്ടോ? ഓ, നീണ്ട 3000-ഓളം കിലോമീറ്റർ ഓടി ബീഹാറിലെ പൂർണിയ ഡിസ്ട്രിക്റ്റിലെത്തിയിരിക്കുകയാണ്. ബീഹാർ നമ്മൾ പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൽ ബീഹാറാണ് ഒരു ഇച്ചിരി, പക്ഷെ വലിയ ബുദ്ധിമുട്ടിച്ചില്ല. എല്ലാ കാര്യങ്ങൾ കൊണ്ടും ആൾക്കാരും ഒക്കെ എല്ലാം ഒരിടത്ത് തന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല. വീണ്ടും നമ്മുടെ യാത്ര NH വഴി പൊക്കോണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് നല്ല സുന്ദരമായ ആ സൈഡിലൊക്കെ എന്തോ ഫ്ലവേഴ്സൊക്കെയാണ് അവിടെ കൃഷിയൊക്കെ നടത്തുന്നത്. അവിടുത്തെ എന്തൊക്കെ കൃഷികൾ അവിടെ നടക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ബീഹാറിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്കുള്ള യാത്രയിലാണ്. ഇതിൻ്റെ ഒരു പഴയ ഓട്ടോ, CNG ഓട്ടോയാണ്, ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു. വളരെ വിശാലമായി പരന്ന് കിലോമീറ്റർ കണക്കിന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ പൂക്കളൊക്കെയാണ്. ഇവിടെ എന്തോ പയറാണ്, നമ്മുടെ അച്ചിങ്ങ പയറാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ നടക്കുന്നത് കൃഷി നമ്മുടെ അച്ചിങ്ങ പയറാണ്. അതുപോലത്തെ ഒരു സാധനമാണ്. ഇതുണ്ടോ? ഇത് തന്നെയല്ലേ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ബീഹാറിലെ കൃഷികളൊക്കെ നടക്കുന്നത്. നടക്കുമ്പം കാല് താന്നു പോകുന്നു കേട്ടോ, ഉണങ്ങിയാ കിടക്കുന്നെന്ന് പറഞ്ഞാലും. ഓ ക്യാ ഹേ ഓ ഫ്ലവർ है ओ भिंडी मतलब सब्जी वाला। हाँ. കണ്ടോ NH നമ്മൾ അങ്ങ് നിറഞ്ഞ് പോകുന്നുണ്ടോ വീതിക്ക്. ഇവിടെ താറ് അവിടെ കിടപ്പുണ്ട്. ഇവിടുത്തെ ലോക്കൽസ് ആളുകളാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, എന്തെങ്കിലും തെറ്റുണ്ടോ ക്ഷമിക്കുക, നിങ്ങൾ പറയുന്നത്. എനിക്കൊന്ന് കരിമ്പ് പോലെ എന്തോ ഒരു പ്ലാന്റാന്ന് തോന്നുന്നു. ഇത് സംതിങ് ലൈക്ക് ഒരു സൺഫ്ലവർ ആണോ? സൺഫ്ലവർ പോലെ തോന്നുന്നു. യെസ്, അവിടെ കരിമ്പാണ് കേട്ടോ. അത് കരിമ്പും കൃഷിയാണ്. അല്ല, കരിമ്പല്ല, ചോളം. അതും ചോളകൃഷികളാണെന്ന് തോന്നുന്നു കേട്ടോ. ചോളത്തൈകളാണ് നിൽക്കുന്നത്. ഓക്കെ. ഇത് വേറൊന്നുമല്ല, ഇത് വെണ്ടയാണേ, വെണ്ട കൃഷിയാണ്. പക്ഷെ ഇവിടുത്തെ ഇലയ്ക്കൊക്കെ വ്യത്യാസമുണ്ട്. ഇതുണ്ട് വെണ്ടയ്ക്ക നിൽക്കുന്നത് കേട്ടോ. വെണ്ടക്കൃഷിയുടെ വെണ്ടയ്ക്ക പാടങ്ങൾ. അത് ചോളമാണേ, അത് ചോളം കൃഷിയാണ്. സോ കേസ്, അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോൺ ഷൂട്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇവിടെ വെണ്ടയ്ക്ക, ചോളം, ഇങ്ങനെയുള്ള കൃഷികൾ തന്നെ ഇവിടെ പോയേക്കുന്നത്. പിന്നെ അച്ചിങ്ങ, പയർ, ഇതൊക്കെയല്ല ഈ ഇടകൃഷി, ഇടവേള കൃഷികളായിരിക്കുക. മിക്കവാറും നെല്ലും ഗോതമ്പൊക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു ഇന്റർമീഡിയറ്റ് കാലാവസ്ഥയുടെ അനുസരിച്ച് കൃഷി രീതികൾ ഇങ്ങനെ ഓരോ വർഷം പലതും മാറി മാറി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തൊരു ഇതിൻ്റെ ഡ്രോൺ ഫുട്ടേജ് ഒന്ന് നോക്കാം. ഈ ഏരിയയുടെ നല്ല ഭംഗിയാണ്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എല്ലാം കിലോമീറ്റർ കണക്കിന് കൃഷി സ്ഥലങ്ങൾ കിടക്കുക, നീണ്ടു നിവർന്ന്.
അപ്പം പൊടിക്കാറ്റിന്റെ കാര്യമാണ് മെസ്സേജിൽ പറഞ്ഞത്. അതെ അതെ. എൻ്റെ മൈക്ക് ഇരിക്കുന്നുണ്ട്, ഞാനിത് കൂടുതലായിട്ടൊന്ന് വോയിസ് സംസാരിക്കുന്നത്. നീന പറയുന്നത് കേൾക്കുന്നില്ലല്ലോ എന്നോർത്ത്. ഇപ്പൊ വെളിയിലോട്ട് കാണിക്കാതെ അതെ, മണൽ വന്ന് ഗ്ലാസ്സിലിട്ട് അടിക്കുകയാണേ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാമെന്നറിയത്തില്ല, ഇച്ചിരി ഫോഗി ആയിട്ട് നിൽക്കുന്ന നല്ല മണൽക്കാറ്റാണ് വെളിയില്. കാറ്റ് ഭയങ്കര ശക്തമായിട്ടാണ് കാറ്റടിച്ചോണ്ടിരിക്കുന്നത്. അതെ, ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ ബീഹാർ, ഒഡീഷ, ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ കൊടുങ്കാറ്റിന്റെ കാര്യം. കാരണം വെച്ചാൽ ഇവിടെ ഒന്നും മലനിരകളില്ല. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും കടലിന്റെ നടുക്ക് നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന പോലെ എവിടോട്ട് നോക്കിയാലും ഇങ്ങനെ പരന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ കിലോമീറ്റർ കണക്കിന്. അതെ അതെ അതെ, അവരുടെയൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമാണല്ലോ ഇതൊക്കെ. നല്ല കൃഷി സ്ഥലങ്ങൾ, കച്ചിയൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നു. നെല്ല്, ഗോതമ്പ്, നമ്മൾ കണ്ട പോലെ ഇപ്പൊ വെണ്ടയ്ക്ക, അച്ചിങ്ങ, പയറ്, അതുപോലെ ചോളം, ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷികള്. ഗ്ലാസ്സിലേക്ക് ഇപ്പൊ ശക്തിയായിട്ട് മണലടിച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് പൊടിക്കാറ്റൊന്ന് മനസ്സിലായത്. വണ്ടികളെല്ലാം ഭയങ്കര സ്ലോ ആയിട്ടാണ് തോന്നുന്നു പോകുന്ന ഈ കാറ്റിന്റെ. സ്ലോ ഒന്നുമല്ല, സ്പീഡിലൊക്കെ തന്നെ നമ്മൾ വണ്ടിക്കകത്തിരിക്കുന്നുണ്ട് തോന്നുന്നു. പക്ഷെ ആ കാറ് കണ്ടില്ലേ പതിയെ വരുന്നത്? അവര് പതിയെ വരുന്നുള്ളൂ. അതിപ്പോ കാറ്റ് കൊണ്ട് പതിയാക്കിയതല്ല. ബെഗുസാരൈ 47 കിലോമീറ്റർ, പൂർണിയ 223 കിലോമീറ്റർ. ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ പൂർണിയയിലാണ്. ബീഹാർ തന്നെയാണ്. ഇവിടുന്നൊരു വേ എക്സിറ്റ് ഉണ്ട്, യു ടേൺ എല്ലാം കൂടെ കൂട്ടി. കോണ്ടി ബാർത്ത് NBTC ബഗുസാരൈ നേരെ എൻ്റെ ഒരു എക്സിറ്റിന്റെ ബ്രിഡ്ജ് ആയതേ. ഇതാണ് ബീഹാർ ടു വെസ്റ്റ് ബംഗാളിലുള്ള കാഴ്ചകൾ. ഞങ്ങളിപ്പോൾ പാട്ന കഴിഞ്ഞ് പൂർണിയ ഡിസ്ട്രിക്റ്റിലേക്കാണ് കയറുന്നത്. ഉണ്ടോ ക്യാമറ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, നല്ല പൊടിക്കാറ്റ് അടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതുണ്ടോ ചോളം നിൽക്കുന്നു, ചോളകൃഷി. ടോൾ ഗേറ്റ് ഉണ്ട്, 1 കിലോമീറ്റർ. ഒരുപാട് നേരമായി. ഒരു ചെറിയ കട, പഞ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ പൊടിക്കാറ്റ്, ഭയങ്കരമായിട്ട് പൊടിക്കാറ്റാണ് അവിടെ. ഇപ്പൊ നമ്മൾ കയറുന്നത് ബിഹാരി ബിഘ ടോൾ പ്ലാസ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NH31. ഇപ്പൊ നമ്മൾ ഈ ടോളെല്ലാം ആനുവൽ പാസ് വഴിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വീഡിയോയിൽ വന്നിട്ടുണ്ട്. കാണാവോ? കാറ്റ് കണ്ടോ? മണൽ കിടക്കുന്നുണ്ടല്ലോ പൊടിയായത്. പക്ഷെ അപ്പുറത്തുനിന്ന് ഈ നോർമലി ഗൾഫിലൊക്കെ ഉള്ള പോലെ ഒരു പൊടിക്കാറ്റുണ്ടല്ലോ, അതാണ് വന്ന് മണൽ വന്നടിച്ചത്. ഇവിടെ കിടക്കുന്ന പൊടികളുടെയൊക്കെ ഒരു കാറ്റാണ്. പക്ഷെ ഭയങ്കര കാറ്റാണ് പുറത്തെ. ആൾക്കാർക്ക്, ജോലി ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര പാടായിരിക്കും പുറത്ത്. പിന്നെ ഇതൊക്കെ ആയിട്ട് യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി പോകും. ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി ഭയങ്കരമായിട്ട്, ഒന്ന് ഷൂട്ടിന് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് വിയർത്ത് ഒരു വഴിക്കാവും. എന്നാലും ഡ്രോൺ ഷൂട്ട് അവിടെ നിന്ന് എടുത്ത് നന്നായല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൊടിക്കാറ്റിനകത്ത് പ്രത്യേകിച്ച് അത് എടുക്കാൻ പറ്റില്ല. അതെ അതെ അതെ. JP ഗംഗാപാത്ത് അവിടുന്ന് ലിഫ്റ്റ് ചെയ്തപ്പോഴത്തേനും RC സ്ക്രീനെ കാണിക്കുന്നുണ്ട്, GPS സിഗ്നൽ ലോ, അതുപോലെ ടേക്ക് വിത്ത് കോഷൻ, ശ്രദ്ധിച്ച് ഫ്ലൈ ചെയ്യിക്കാന്ന് അതിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു.
എന്തായിരുന്നു? അത്രയും ഈ അതിന്റെ സെന്ററിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്തോ GPS സിഗ്നലിന്റെ ലോ സിഗ്നലാണ് പറഞ്ഞോണ്ടിരുന്നത്. ഓ അത് ശരി. എന്താ റിവറിന്റെ നടുക്കോട്ട് പോകുമ്പോഴത്തേക്ക് സിഗ്നൽ കട്ടാകുമോ? അത്രയും ഡിസ്റ്റൻസിൽ വന്നു കഴിയുമ്പോൾ വേറെ സംവിധാനങ്ങൾ കുറവായതുകൊണ്ടായിരിക്കും. ഇപ്പം ഫ്രണ്ടിലോട്ട് വിഷൻ ഇല്ല, അതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് റോഡായിട്ട് കിടക്കുന്ന രണ്ട് പൊടി ഇങ്ങനെ പറന്ന് നിൽക്കുക. അവിടെ നല്ല പശുക്കളും ഒക്കെ മേയുന്ന സ്ഥലമാണ്. കൃഷിയെല്ലാം കഴിഞ്ഞ് കച്ചിയൊക്കെ ആയിട്ട് അങ്ങനെ NH31 വഴി ഞങ്ങൾ പാട്നയിൽ നിന്ന് പൂർണിയ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്നു. മുന്നൂറ് കിലോമീറ്റർ ആയിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നു. ഇപ്പം 220 കാണിക്കുന്നത്. ഓൾമോസ്റ്റ് 80 കിലോമീറ്റർ ഞങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങ് ദൂരെയൊക്കെ നോക്കി പോത്തൊക്കെ നിൽക്കുന്ന പൊട്ട് തൊട്ടേക്കുന്ന പോലെയാണ്. കണ്ടോ? വലിയൊരു ഇതല്ലേ? അതെ അതെ അതെ. എന്താണ് ഇവിടെ നല്ല ആ മണ്ണ് അങ്ങോട്ട് അടിക്കുന്നതിന്റെ ആണേ. അതെ 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 അതെ. അവിടുത്തെ ആ വർക്കിന്റെ വിഷം കുറവാണ്, അതിനകത്തൂടെ കാണാവുന്ന ഇതിലെടുക്കുള്ളൂ. ഇവിടുന്ന് അവിടെ ലെവലിങ്ങിന് വേണ്ടിട്ട് ഇട്ടിരിക്കുന്നതാണേ. ഇത് കണ്ടോ? ഓ, അതിനകത്ത് ലെവൽ ചെയ്യാൻ വേണ്ടിട്ട് മണ്ണ് പൂഴി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കാറ്റത്ത് പറന്ന് വിഷം റോട്ടി കട്ടായി കിടക്കുക. ഒരു മിനിറ്റത്തേക്ക് എനിക്ക് ഒന്നും കാണില്ലായിരുന്നു. ഇപ്പൊ ഇത് നമ്മളൊരു കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജിന്റെ മേളിൽ കൂടെയാണ്. ഇത് വീണ്ടും നദി ഗംഗ തന്നെയാണ്. ഗംഗയുടെ മുകളിൽ കൂടെ പോകുന്നത്. അപ്പുറത്ത് കാണുന്ന ആ ബ്രിഡ്ജ് ഉണ്ടോ? ആ ബ്രിഡ്ജിന്റെ പ്രത്യേകത നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു. ഒരു ഡബിൾ ഡെക്കർ പോലത്തെ അടിയിൽ കൂടെ കണ്ടോ ട്രെയിൻ ഇപ്പൊ പാസ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ ട്രെയിൻ കാണാമോ? അടിയിൽ കൂടെ ട്രെയിൻ പാസ് ചെയ്യുന്നു, മേളിൽ കൂടെ നോർമൽ റോഡും വണ്ടികളും പോകുന്നുണ്ട്. ലൈവ് സീന കറക്റ്റ്. ആ ഒരു ഫുൾ ബ്രിഡ്ജിന്റെ ട്രെയിനേക്കാൾ ഒരു 3 times വലിപ്പമുണ്ട് ആ ബ്രിഡ്ജിന്റെ ലെങ്ത്. ഇപ്പൊ ഒരു ഗുഡ്സാ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല ഭാഗങ്ങളിലും അവിടെ കാശി പോലെ തന്നെ അവിടെ തീരത്ത് ആളുകൾ ഉണ്ടോ? അവിടെ ആളുകൾ ഇറങ്ങി കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ബോട്ടുകളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ തവണയാണ് ഗംഗയുടെ ക്രോസ് ചെയ്ത് പോരുന്നത്. ഇവിടെ ഇപ്പം ഈ ആൾക്കാർ ഈ വിശ്വാസത്തിന് കണ്ട ഘാട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട്. ഇവിടെ കാശിയുള്ള പോലെ തന്നെ, വാരണാസി കണ്ട പോലെ തന്നെ ഇവിടെ ഈവനിങ്ങിലൊക്കെ ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ട് അവിടെ. നല്ല റോഡാണ്, നല്ല ഹൈ സ്റ്റാൻഡേർഡ് റോഡാണ്. ഈ ഒരു റോഡ് നമുക്ക് തെലുങ്കാനയ്ക്ക് ശേഷം ഇങ്ങനത്തെ റോഡ് കിട്ടിയിട്ടില്ലല്ലേ നീന? ഭയങ്കര വളവാണല്ലോ. അവിടെ എന്താ ഒരു വലിയ ഇത് കാണുന്നത്? ഫാക്ടറി, സിമെന്റ് ഫാക്ടറി പോലുള്ള എന്തോ ഹെവി ഇൻഡസ്ട്രിയാണ്. ഉണ്ടോ അനൗൺസ്മെന്റ് ഒന്നാണോ? നമ്മള് റൈറ്റ് ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റ് തിരിയുക. നീണ്ട 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 കിലോമീറ്ററുകൾ, ഏകദേശം ഒരു 50 കിലോമീറ്ററോളമായി നമ്മൾ ഒരു ഡ്രൈ ലാൻഡ് വഴി ഇങ്ങനെ, അതായത് ചതുപ്പ് പ്രദേശത്തിൻ്റെ നടുക്കൂടെ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. റൈറ്റ് റോഡ്. ബിഹാത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. ഗംഗാഘട്ട് ലെഫ്റ്റ്. രാജേന്ദ്ര പോൾ എക്സിറ്റ് സ്ട്രീറ്റ്. ഇത് റെയിൽവേ സ്റ്റേഷനാണ്. മുസാഫർപൂർ, സിലിഗുരി കാണിക്കുന്നുണ്ടായിരുന്നു.
ആ അത് ഫ്ലൈ ആഷ് കണ്ടെയ്നർ കിടക്കുന്ന കേട്ടോ. ഫ്ലൈ ആഷ് കണ്ടെയ്നേഴ്സ് അത് സിമെൻറ്റ് ഫാക്ടറിയാണ്. അത് ഇതെന്താണെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് പറഞ്ഞു തന്നെ ആ വണ്ടി ഫ്ലൈ ആഷ് കണ്ടെയ്നേഴ്സ് ആണെന്ന്. ആ നീണ്ട കുറേ കിലോമീറ്റർ ആയാലും ഒരു 50 കിലോമീറ്റർ, 50 ഏകദേശം 80 കിലോമീറ്ററും പാട്നയിൽ നിന്ന് വിട്ടിട്ടായി ഇപ്പം അല്ലേ? അല്ല ഇപ്പം 202 കാണിക്കുന്നത്, 300 കിലോമീറ്റർ അല്ല 100 കിലോമീറ്റർ ഞങ്ങൾ ട്രാവൽ ചെയ്തു. 190 കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം 110 കിലോമീറ്ററോളം ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോഴാണ് ഒരു ചെറിയ കടകളൊക്കെ ഉള്ള ഒരു ജംഗ്ഷൻ, ഒരു ടൗൺഷിപ്പ് കാണുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് ബിഹാട്ട് ബഗുസുരായ് എന്ന് പറയുന്ന സ്ഥലം. ബിഹാട്ട് ബഗുസുരായ്. ഇച്ചിരി വെള്ളം വാങ്ങിക്കാനായിട്ട് നിർത്തിയതാ. ഇത്ര 100 കിലോമീറ്ററോളം ചതുപ്പ് നിറഞ്ഞ ഇടവും വലവും കൃഷി സ്ഥലത്തിനിടയ്ക്കൂടെ കുറച്ച് ഇൻഡസ്ട്രിയലും ഫാക്ടറികളും മാത്രം അല്ലേ? ഒരു ഇതും കണ്ടു, എന്തായിരുന്നു, പെട്രോൾ പമ്പ്. ഒരു പെട്രോൾ പമ്പ്. ഈ 110 കിലോമീറ്റർ ഓടിയിട്ട് അതിനിടയ്ക്ക് ഒരു പെട്രോൾ പമ്പ്, ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോങ് ജേണി പോകുമ്പോൾ ഹാഫ് ടാങ്ക് പമ്പ് കാണുമ്പോൾ ഫ്യൂല് ഫില്ല് ചെയ്ത് പോവുക. ഈ സ്ഥലം ഒന്ന് ഇറങ്ങി ഇച്ചിരി വെള്ളം വാങ്ങിക്കട്ടെ കുടിക്കാനേ. ആണ് ഇവിടുത്തെ ഒരു കടയെ, ഒരു കൂൾ ബാർ പോലത്തെ സംഭവങ്ങളൊക്കെയാണ്. ചെറിയൊരു ജംഗ്ഷനും ചെറിയൊരു ടൗൺഷിപ്പും ഒക്കെയാണ്. भैया पानी दे दो, ठंडा पानी दो. हाँ സ്നാക്സും ഒക്കെ ഉള്ള കടയാന്ന് തോന്നുന്നു. ഓ 2 लीटर का एक दे दो, 2 लीटर का. അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥലം ഒന്ന് ഫുഡ് കഴിക്കാനായിട്ടാണേ. ഇപ്പോൾ ദേവി ദർബാർ സ്ഥലം ബിഹാട്ട് തന്നെയാണ്. ബറൗണി എന്ന് പറയുന്ന ഒരു സ്ഥലം. ഡിസ്ട്രിക്റ്റ് ബെഗുസാറൈ ഡിസ്ട്രിക്റ്റാണ്. ബെഗുസാറൈ ഡിസ്ട്രിക്റ്റ് ബീഹാറിൽ. ഞങ്ങൾ പാട്നയിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്കുള്ള യാത്ര NH-31. ഏകദേശം കറക്റ്റ്. ഇന്ന് കുറേ ദിവസമായി ഞങ്ങളൊന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ. 2 ദിവസം വെക്കുകയും 2 ദിവസം ഫുഡ് സ്കിപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാമെന്ന് വെച്ചു. ഇതാണ് ഹോട്ടൽ ദേവി ദർബാർ. ഈ പറഞ്ഞ സ്ഥലം ഇതാണ്. നിങ്ങൾക്ക് ഇതുവഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഏകദേശം പാട്നയിൽ നിന്ന് വിട്ടിട്ട് ഏകദേശം 110 കിലോമീറ്റർ ഓടിയിട്ടാണ് ഇതുപോലെ ചെറിയൊരു ടൗൺഷിപ്പും റെസ്റ്റോറൻറ്റുകളും പെട്രോൾ പമ്പും ഒക്കെ കിട്ടിയത്. ഇടയ്ക്ക് ഇത് വെച്ചിട്ട് ഒരു 50 കിലോമീറ്ററൊക്കെ വന്നപ്പോൾ ഒരു പെട്രോൾ പമ്പ് കിട്ടിയായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് ഒന്നുകൂടെ പറയാം. ബിഹാട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. PS ബറൗണി ഡിസ്ട്രിക്റ്റ് ബെഗുസരായ്, ബിഹാർ. ഓക്കെ, ഇപ്പോൾ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. ഹോട്ടൽ ദേവി ദർബാർ. നീണ്ട 11ാമത്തെ ദിവസത്തെ ഞങ്ങളുടെ യാത്രയാണ്. ഇതിനെ പോയി എന്തെങ്കിലും ഓർഡർ ചെയ്തൊന്ന് നോക്കാം. किधर है? ऊपर गए हैं? हाँ. ऊपर गए? रेस्टोरेंट ऊपर है? रेस्टोरेंट നല്ലൊരു AC ഹാളാണ്. നോട്ട് ബാഡ്. ബീഹാറിലെ പ്രത്യേകിച്ച് ഇങ്ങനെ ഉൾഗ്രാമങ്ങളിൽ നമ്മൾ ഇതുപോലെ ഉള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യല. നല്ല റെസ്റ്റോറൻ്റ് ആയിട്ടേക്കുന്നത്. സോ അപ്പം 2-3 ദിവസമായി ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട്. ഉച്ചയ്ക്ക് 2 ദിവസം ഞങ്ങൾ വെച്ച് കഴിച്ചു, 2 ദിവസം സ്കിപ്പ് ചെയ്ത് അല്ലേ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇച്ചിരി ബിരിയാണി കഴിക്കാനായിട്ട് കയറി. ഞാൻ റൊട്ടിയുടെ സൈസ് ഉണ്ട്, നല്ല ബിഗ് സൈസാണ് കേട്ടോ. റൊട്ടി ദാൽ ഫ്രൈ വാങ്ങിച്ചു.
ഇതിനൊരു എന്താ ഒരു വെജിറ്റബിൾ കറിയാണ്, അതെന്താ നോക്കട്ടെ. പിന്നെ ഒരു ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണിക്കകത്ത് 2 മുട്ടയുണ്ട്, ഹാഫ് ആക്കി. ഓക്കെ, അപ്പോൾ ഒന്ന് കഴിക്കട്ടെ. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള റിവ്യൂ പറയാം. അപ്പം നമ്മൾ ബീഹാറിലെ പാട്നയിൽ നിന്ന് പൂർണിയ ഡിസ്ട്രിക്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർണിയ ഡിസ്ട്രിക്റ്റ് എത്തി. മൻഷി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. പൂർണ്ണമായ ഒരു കാർഷിക ഗ്രാമമാണ്. അപ്പോൾ അവിടുത്തെ ടൗണുകൾ കണ്ടോ? ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടൊരു ഭയങ്കര തിരക്കാണ്. പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്തൊരു കൺസ്ട്രക്ഷനും ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്തൊരു ടൗണും. അത് പൊതുവേ അങ്ങനെയാണ്. നോർത്തിലേക്ക് വന്നു കഴിയുമ്പം ഗ്രാമങ്ങളെല്ലാം ഇങ്ങനെയാണ്, ഒട്ടുമേ ഓർഗനൈസ്ഡ് അല്ലാതെ ഒരു സ്ഥലങ്ങളായിരിക്കും. ഇവിടെ സിമെൻറ്റിൻ്റെ ഫ്ലൈ ആഷ് വന്ന കണ്ടെയ്നേഴ്സ്, ഇവിടെ ഒരുപാട് സിമെൻറ്റ് ഫാക്ടറികളുണ്ട്, ഒത്തിരി കാണുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു ടൗൺഷിപ്പ് അങ്ങ് ഇട്ട് കഴിഞ്ഞത് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. പിന്നെ 2 സൈഡും കൃഷി സ്ഥലങ്ങളാണ്. നല്ലൊരു കളിസ്ഥലം. ആ, റോഡിൻ്റെ 2 സൈഡിലും നല്ലപോലെ നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡൊക്കെ പോലെ തന്നെ തോന്നും. 2 സൈഡും മരങ്ങളെല്ലാം വെച്ച് 2 സൈഡും കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ കൂടുതലും പശു, അതുപോലെ നെൽകൃഷി, ചോളം, ഗോതമ്പ് ഇങ്ങനെയുള്ള കൃഷികളെല്ലാം കാണുന്നുണ്ട്. മാവ അല്ലേ? ഫോറസ്റ്റ് അതോടെ പോകുന്ന പോലെ അല്ലേ? നല്ല ഗ്രീനറി, നല്ല തണലും. ഇത്രയും സ്ട്രെച്ചിൽ നമുക്ക് എനിക്കൊന്ന് നാഗ്പൂർ കഴിഞ്ഞതിന് ശേഷം, മഹാരാഷ്ട്ര നാഗ്പൂർ കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തേനും ഒരു ഇച്ചിരി ഗ്രീനറി മരങ്ങളും എല്ലാം നിൽക്കുന്ന കാണുന്നത്. ബീഹാർ കൂടുതലും നമ്മുടെ പോലൊക്കെ. അതെ അതെ, കേരളം പോലെ തന്നെ തോന്നുന്നു. അതുകൊണ്ട് റൈറ്റ് സൈഡിൽ കച്ചിയായിട്ട് പോകുന്നത്. വെസ്റ്റ് ബംഗാൾ കേരളം പോലെ തന്നെയായിരിക്കും നമുക്ക് തോന്നുന്നത്, വാഴയും തെങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിനോട് അടുത്ത ഭൂപ്രകൃതിയാണ് ബീഹാർ. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ബോർഡറിലേക്ക് അടുത്തോണ്ടിരിക്കുമല്ലേ. അതുകൊണ്ട് പാലിൻ്റെ ഇതെല്ലാം വെച്ചിരിക്കുന്നത്. കൂടുതലും ക്ഷീര കർഷകരും കണ്ടോ, സൈഡിൽ കൂടെ എല്ലാം പച്ചക്കറികൾ, അങ്ങനെയുള്ള കൃഷികളാണ്. ഒരു സൈഡിൽ വലത്തെ സൈഡിൽ റെയിൽവേ ആണ്, റെയിൽവേ ലൈനാണ്. ഹൈവേയുടെ സ്ട്രെച്ച് കണ്ടോ, നല്ല സ്ട്രെച്ചാണ്, നല്ല ലെങ്ത്തിൽ. ഈ സൈഡിൽ ഇങ്ങനെ കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതിനപ്പുറത്ത് ഓപ്പൺ തുറസായിട്ടുള്ള കൃഷി സ്ഥലമാണ് അല്ലേ? നെല്ലാണോ ഗോതമ്പാണോ എന്ന് പറയാൻ പറ്റില്ല. നെല്ലുണ്ട്, ഗോതമ്പുണ്ട്, ചോളമുണ്ട്. പൂർണിയ ടൗണിലേക്ക് ഇനി 115 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ചെറിയ വീടുകളും അല്ലേ? അതെ അതെ അതെ, ചെറിയ കടകളും ഒക്കെ ഉണ്ടല്ലേ? ഞങ്ങൾ കോളനി പോലെ. നമ്മൾ എവിടെ പോയപ്പോഴാണ് സ്മാർട്ട് ബസാറിൽ കയറിയത്, മഹാരാഷ്ട്ര. അവിടെ വെച്ച് ഞാനിങ്ങനെ കണ്ടായിരുന്നു, ഇങ്ങനെ വണ്ടിക്കകത്തൊക്കെ ഇവർ ഇഷ്ടം പോലെ പെപ്സി, ഫാൻറ്റ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് പോവാ. എന്നിട്ട് ഇങ്ങനെയുള്ള കടകളും ഇവിടെ ഇങ്ങനെയുള്ള അടുത്ത് വെച്ച് വിൽക്കുമായിരിക്കും അല്ലേ? കരിക്കും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലാതെ ലോക്കൽ ആൾക്കാർ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഉള്ള ഏരിയ കൊണ്ട് വിൽക്കുക. അവിടെ എനിക്ക് തോന്നുന്നു നല്ല ഓഫറും ഒക്കെ ഉണ്ടായിരുന്നു സ്മാർട്ട് ബസാർ. എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി ഷൂട്ട് എടുക്കണമല്ലോ. ഇച്ചിരി സ്പേസ് ഉള്ളിടത്തോട്ട് അത് എവിടെ ഉണക്കിയിട്ടാണ് ഒന്ന് കാണിക്കാൻ. ഉണക്കിക്കോ. അതുണ്ടോ ചോളകൃഷികൾ കാണുന്നുണ്ടോ? ചോളം ഇവിടെ എല്ലാം താഴെ നിന്ന് കാണിച്ച് അവർ ചെയ്യുന്നതൊക്കെ. ഇതുണ്ട് ചോളം ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്, അവരിരുന്ന് ചെയ്യുന്നുണ്ടോ? ഐ ഗെസ് അങ്ങനെ നമ്മുടെ പൂർണിയ ഡിസ്ട്രിക്റ്റിലെത്തിയിരിക്കുകയാണ്, ബീഹാർ വെസ്റ്റ് ബംഗാൾ ബോർഡറിലെ.
അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളുണ്ടോ, ഇത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഓരോ ഷെൽട്ടേഴ്സ് ചെയ്തിരിക്കുന്നതാണ് കൃഷിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇവിടെ ആട്, പശു ഇതൊക്കെ ആയിട്ട് ഒരു സൈഡിലെല്ലാം ചോളത്തിൻ്റെ കൃഷിയാണ്. സൺസെറ്റ് ഇങ്ങനെ അടുത്ത് വരിക. ഇത് അങ്ങേയറ്റത്തോടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. എല്ലാം കൂടെ ഒരു ഫ്രെയിമിലാണ്. അവിടെ ഒന്ന് ക്രോസ് ചെയ്യട്ടെ. ഹൈവേ NH31 പാട്ന ടു സിലിഗുരി വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു. മുഴുവൻ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകൾ. ട്രാക്ടറൊക്കെ പണി കഴിഞ്ഞ് പോയിട്ട് പോകുന്നു. നല്ല സൺസെറ്റിലുള്ള ഒരു വ്യൂ ആണ്. ഇപ്പോൾ ഒരു ഡ്രോൺ ഷൂട്ടും എടുക്കുന്നുണ്ട്. ഇതുണ്ടോ, മുളയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ചെറിയ വണ്ടിയല്ലേ. ജസ്റ്റ് ഒരു മോട്ടറൊക്കെ ഉള്ള ഒരു വണ്ടിയായിട്ട് പോകുന്നുണ്ട് മുള. ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ രീതിയാണ്. ഓ, നമുക്ക് ജസ്റ്റ് താഴോട്ടൊന്ന് ഇറങ്ങി ഒന്ന് നോക്കാവേ. ഇവിടെ എല്ലാം പശുക്കളെ വളർത്തുകയും പശുവിൻ്റെ ചാണകമൊക്കെ അവിടെ എല്ലാം. ഇവിടെയൊക്കെ എല്ലാം ചാണകമെല്ലാം അട്ടിയെല്ലാം കൂട്ടി വെച്ചിരിക്കുന്നു, ഉണങ്ങിയത്. പശുവിനെയൊക്കെ വളർത്തുന്ന സംവിധാനങ്ങളുണ്ടോ. ഒരു കിടാവ്. ഇതിനകത്ത് മുഴുവൻ ഈ നമ്മുടെ ചോളകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഈ കച്ചി മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇവിടുത്തെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു പോണ്ടാണിത്. ബീഹാറിലെ പൂർണിയ ഡിസ്ട്രിക്റ്റാണ്. അവിടെ എനിക്ക് തോന്നുന്നുണ്ടോ ഒരു പോലീസ് സ്റ്റേഷനും സ്കൂള് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിള്ളേരൊക്കെ കളിക്കുന്ന സ്ഥലം. ഇതിങ്ങനെ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം, പശുവിനെ വളർത്താൻ, കൃഷിക്ക് മറ്റു കാര്യങ്ങളുണ്ട്. അവിടെ നിന്നെല്ലാം വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറൊക്കെ ഉണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും കൃഷി സ്ഥലങ്ങളിൽ ഇതേപോലത്തെ ഒരു ചെറിയ വാട്ടർ ബോഡികൾ കാണാറുണ്ട്. ഉണ്ടോ, ഈ സൈഡ് വഴി മുഴുവൻ പശുവിനെ വളർത്തുന്നത്. അപ്പോൾ ഇവരിവിടെ ഒന്നും താമസിക്കുന്ന സ്ഥലമല്ല. ഇവരിങ്ങനെ പശുവിനെ വളർത്താൻ അതിൻ്റെ കച്ചിയെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക, പശുവിനെ എല്ലാം വൈകിട്ട് ഇവിടെ കൊണ്ട് കെട്ടുക, അടുത്തൊരു വെള്ളത്തിൻ്റെ സംവിധാനം. ഇവർ താമസിക്കുന്ന സ്ഥലത്തൊന്നും വെള്ളത്തിൻ്റെ സംവിധാനമൊന്നും ചിലപ്പോൾ ഇത്രയും കാണുകയില്ല, ഇതുങ്ങളൊക്കെ വളർത്താനും ഒക്കെ. ആട്, പശു എല്ലാം ഉണ്ട്. ഇത് ഏതിനം പശുവാണെന്ന് അറിയത്തില്ല. അറിയാവുന്ന കമൻറ്റ് ചെയ്യൂ ഏതിനം പശുവാണെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയുടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ കൂടെയുള്ള യാത്ര തുടരുന്നു. നൗ വി ആർ ഇൻ ബീഹാർ. ബാക്ക് സൈഡ് കണ്ടോ സൺസെറ്റ്? നല്ല രസമാണ്. ഗോൾഡൻ അവേഴ്സ് ശരിക്കും നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. കാരണം മലകളൊന്നുമില്ല, നോ മൗണ്ടൻസ്, കംപ്ലീറ്റ്ലി ഫ്ലാറ്റായിട്ട് കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വൈകുന്നേരം സന്ധ്യ സമയമായി കഴിയുമ്പോൾ നല്ല വ്യൂ. ഞങ്ങൾ ഇറങ്ങി ഡ്രോൺ ഷൂട്ടും വീഡിയോസും എല്ലാം എടുക്കുന്നൊരു സമയമാണ്. അവർ ബീസ്റ്റ്. അങ്ങനെ കോട്ടയത്തു നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത വണ്ടി നീണ്ട 3000-ഓളം കിലോമീറ്റർ ഓടി ബീഹാറിലെ പൂർണിയ ഡിസ്ട്രിക്റ്റിലെത്തിയിരിക്കുകയാണ്. കേരള ടു സിക്കിം യാത്ര. വണ്ടിയുടെ നാളെ കൊണ്ടൊക്കെ എങ്കിലും എവിടുന്നേലും ഒന്ന് സർവീസ് ചെയ്തില്ലെങ്കിൽ വലിയ കഷ്ടമായിരിക്കും. വണ്ടിയുടെ അവസ്ഥ ഇതിനകത്ത് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു.
ഭയങ്കര ചെളി പൊതിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ ബീഹാർ വഴിയുള്ള യാത്ര ഇന്നത്തോടുകൂടി ഏകദേശം അവസാനിക്കുകയാണ്. നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യും. ജസ്റ്റ് പെട്ടെന്ന് തന്നെ വെസ്റ്റ് ബംഗാളിലേക്ക് കയറും. അപ്പോൾ ഈ റോഡുകൾ നല്ല നല്ല റോഡായിരുന്നു കേട്ടോ. ബീഹാർ നമ്മൾ പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൽ ബീഹാറാണ് ഒരു ഇച്ചിരി, പക്ഷെ വലിയ ബുദ്ധിമുട്ടിച്ചില്ല. എല്ലാ കാര്യങ്ങൾ കൊണ്ടും ആൾക്കാരും ഒക്കെ എല്ലാം ഒരിടത്ത് തന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല. ട്രാഫിക്കിൻ്റെ കാര്യത്തിലൊക്കെ ഇച്ചിരി പല ഇടത്തും നൈറ്റ് ടൈമിൽ ടൗൺഷിപ്പുകളിൽ കയറി കഴിയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ നല്ലപോലെ ഭയങ്കര ഒരു ഓർഗനൈസ്ഡ് അല്ലാതെ ഉള്ള സംവിധാനങ്ങളാണ്. കടകളായാലും ഷോപ്പായാലും വണ്ടികൾ ഓടുന്നതായാലും ഇടവും വല ഓണടിയുമ്പോഴും അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഹൈവേസ് എല്ലാം ഓക്കെ ആയിരുന്നു. നമുക്ക് ഇതുവരെ സോഫാർ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ പോകുന്നു. ഇവിടം ഈ കൺക്ലൂഷൻ കണ്ടു. നല്ല സന്ധ്യ സമയം ഒരു ഡ്രോൺ ഷൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. നല്ല നല്ല മൂഡുള്ള നല്ല വൈബുള്ളൊരു ക്ലൈമറ്റ്. ഇസ് ഇറ്റ് നീന? അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മൾ ആ നടത്തിയ സ്ഥലമൊക്കെ അടിപൊളിയായിരുന്നു. കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ആളുകളും ചുള്ളിക്കമ്പ് പിറക്കാൻ വരുന്ന വീട്ടിലെ ആൾക്കാരും പിള്ളേരും ഒക്കെ എല്ലാരോടും കൂടി കമ്പ് പിറക്കിക്കൊണ്ട് വീട്ടിലോട്ട് പോകുന്നു. വൈകിട്ടത്തെ ഫുഡ് ഉണ്ടാക്കാനായിരിക്കും. അപ്പൊ അങ്ങനെ പൂർണി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്. പൂർണി ഡിസ്ട്രിക്ട് അതിർത്തി ജില്ലയാണ്. ബീഹാറിന്റെ വെസ്റ്റ് ബംഗാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഡിസ്ട്രിക്റ്റാണ് പൂർണി ഡിസ്ട്രിക്ട്. കണ്ടു കഴിഞ്ഞാൽ വലിയ ഫോറസ്റ്റിനകത്തൂടെ വണ്ടി പോകുന്നത് തോന്നും. ഇവിടെ അല്ല. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നല്ലപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഹൈവേ കവർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതിനപ്പുറത്ത് നല്ലപോലെ നല്ല കൃഷികളാണ്, ഇടവും വലവും. ഇഷ്ടംപോലെ ട്രക്കുകളുമാണ്. അതെ നല്ലപോലെ ട്രക്ക് ട്രാൻസ്പോർട്ടിങ് നല്ലപോലെ ഉണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് 3000 kilometers നമ്മൾ ഡൺ. ആളുകളൊക്കെ സൈഡിൽ ഇരിക്കുന്നുണ്ടോ? ചോളം കണ്ടോ ചോളം കൂട്ടിയിട്ടുണ്ട്. അതാന്ന് തോന്നി ഈ ചാക്കിനകത്ത് കയറ്റിക്കൊണ്ട് പോകുന്ന കേട്ടോ. ഇവിടുന്ന് മിക്കവാറും ലോഡ് ചെയ്ത് പോകുന്ന മിക്കവാറും ചോളമാ. ഇവിടുത്തെ ഒരു പ്രധാന കൃഷി ചോളമായിട്ടാണ് കണ്ടുവരുന്നത്. സൈഡിലെല്ലാം വണ്ടികളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ ഗേസ്, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ യാത്ര നല്ല യാത്രയായിരുന്നു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നമുക്ക് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. ഉച്ചക്കത്തെ ലഞ്ച് വൈകിട്ട് എന്തെങ്കിലും ഒരു ചെയിൻ പിടിക്കണം. ഡിന്നറിന് പൂണിയിലാണ് ഞങ്ങൾ റൂം എടുക്കുന്നത്. വെസ്റ്റ് ബംഗാളിലേക്കുള്ള ഹൈവേയിൽ സ്റ്റേ ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ് പൂണി എന്ന് പറഞ്ഞാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരു 3-4 റൂംസ് നോക്കിയിട്ടുണ്ട്. ചെന്നിട്ട് നോക്കിയിട്ട് ഞങ്ങളത് ഫിക്സ് ചെയ്ത് ബുക്ക് ചെയ്ത് കയറുക ചെയ്യുന്നത് എല്ലാ ദിവസവും. അപ്പോൾ ഗേസ്, വൈൻഡ് അപ്പ് അഗൈൻ ദ 11th day ഓഫ് കേരള സിക്കിം ജേണി. ഇടയ്ക്ക് ഒരു കേസ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മിക്കവാറും ഭൂട്ടാനും നേപ്പാളും കൂടെ ഒന്ന് കവർ ചെയ്യും. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ അതുകൂടെ ഞങ്ങളുടെ പ്ലാനിലുണ്ട്, ലിസ്റ്റിലുണ്ട്. ലെറ്റ്സ് സീ. താങ്ക് യു.